നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേ ഇപ്പം എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ. ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ഒരു പയറാണ്. നമ്മൾ അച്ചിങ്ങ എന്നൊക്കെ പറയും. വള്ളിപ്പയർ പോലെ നീളത്തിലുള്ള അച്ചിങ്ങ പയർ. ഈ നീളം പയർ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ മെഴുക്കുവരട്ടി തോരനൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അവിയലൊക്കെ ഇടാമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ നീളം പയറുള്ളത്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കുറച്ചുണ്ട്. വെണ്ടയ്ക്കയുടെ ചെടി വലുതാണ്, പക്ഷേ ഉണ്ടാവുന്ന അതനുസരിച്ച് കായ ഉണ്ടാവുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാം ഈ തവണ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഉണ്ടായി കേട്ടോ. പിന്നെ വരുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്കയും പീച്ചിങ്ങയും കൂടാതെ കുറേ ചീരയൊക്കെ ഉണ്ടാകും. അപ്പോൾ ചീരയൊക്കെ തീർന്നു പോയി. ഇവിടെ നമ്മൾ കുക്കുംബർ നിൽക്കുന്നുണ്ട്. വെള്ളരിക്ക, നമ്മുടെ മുള്ളൻ വെള്ളരി എന്നൊക്കെ പറയുന്ന വെള്ളരിക്ക. കുക്കുംബർ ഇതേ നല്ലോണം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ആകുമ്പോൾ കഴിച്ച് മടുക്കുമല്ലോ. കുറേ ഉള്ളപ്പോൾ ആർക്കും വേണ്ട. എന്നാലും നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ഒന്നും വിഷമടിക്കാത്താകുമ്പം എപ്പോഴും നമുക്ക് നല്ലതാണല്ലേ. അപ്പോൾ ഞാൻ 2 കുക്കുംബർ അവിടെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് സാലഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കഴിക്കാം. ഈ വെള്ളരിക്ക കഴിക്കേണ്ട ഗുണം എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കൂടുതൽ കിട്ടും. കാരണം ഇതിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ അതേ പീച്ചിങ്ങ നിറയെ ഉണ്ട് കേട്ടോ പീച്ചിങ്ങ. പിന്നെ അതേ അതിൻ്റെ കൂടുതൽ ഈ ടൈപ്പ് ഒരു കളറുള്ള പയർ കണ്ടോ, ഒരു റെഡ് പോലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ കളറുള്ള പുറമേ കാണുന്നത് അല്ലേ, പുറമേ ഉള്ള പയർ അത് കുറവാണ്. കൂടുതലും ഈ നീളം പയറാണ് കൂടുതൽ കേട്ടോ. പിന്നെ ഇതേ വഴുതനങ്ങയൊക്കെ സൈസ് ചെറുതാണ് പോലും കുറേ ഉണ്ട് വഴുതനങ്ങ. പിന്നെ എനിക്ക് കുറേയൊന്നും അങ്ങനത്തെ അത്ര താല്പര്യമില്ല. നമുക്ക് അവിയലിലൊക്കെ ഇടുമെങ്കിൽ പോലും എനിക്ക് വഴുതനങ്ങ തന്നെ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. വഴുതനങ്ങ മെഴുക്കുവരട്ടിയും വലിയ പൊതുവെ ഇഷ്ടമല്ല. വഴുതനങ്ങ കുറേ ഉണ്ട് കേട്ടോ. അത് പച്ച വഴുതനങ്ങ ഉണ്ട്, അതുപോലെ തന്നെ ആദ്യം കണ്ട കളറുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഈ ഒരു വലിയ ടൈപ്പ് വഴുതനങ്ങ നമുക്കത് ഫ്രൈ ചെയ്യാൻ പറ്റും, മറ്റേ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ. ഈ വഴുതനങ്ങ അങ്ങനെ ഫ്രൈ അത്ര നല്ലതല്ല. വലിയ വഴുതനങ്ങയില്ല, നമ്മൾ ഒരു പർപ്പിൾ കളർ വഴുതനങ്ങ, അതങ്ങനെ ഫ്രൈ നല്ലതാണ്, മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ. പിന്നെ അതെ നമ്മുടെ പീച്ചിങ്ങ ആദ്യം കണ്ടല്ലോ, പീച്ചിങ്ങ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ അതെ ഇവിടെ പാവയ്ക്ക പാവയ്ക്ക എനിക്കിഷ്ടമാണ്. പാവയ്ക്ക ഇപ്പോൾ 2 ആണെങ്കിൽ പോലും നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് പാവയ്ക്കയ്ക്ക്. അത്ര കയ്പൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ പച്ചമുളക് കുറച്ചേ ഉള്ളൂ, എന്നാലും ആവശ്യത്തിനുള്ളതുണ്ട് പച്ചമുളക്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ചെടുത്തു. ഇതൊക്കെയാണ് പറിച്ചത്. ഈ പയർ കുറച്ച് പറിച്ചു. ഇത്രയൊക്കെ പയർ ധാരാളം നമുക്കൊരു ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പയറിന് നീളം കണ്ടപ്പോൾ തുമ്പിക്ക് വെറുതെ ഒരു മുടി പോലെ വച്ചു കൊടുത്ത്, നീളം നോക്കാൻ വേണ്ടി. അത്രമാത്രം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വച്ചു കൊടുത്ത് നോക്കി. നല്ല ലെങ്ത്തുള്ള നീളൻ പയർ കണ്ടോ, അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം പറിച്ചതാണ് ഈ പറിച്ച പച്ചക്കറികൾ. അധികമൊന്നും പറിച്ചില്ല, അത്യാവശ്യം കുറച്ച് മാത്രം പറിച്ചെടുത്തു. പിന്നെ അടുത്ത ദിവസം പറിച്ചാണ് പിന്നെ ഒരു ദിവസം പറിച്ചാൽ കേട്ടോ. അടുത്ത ദിവസമല്ല, ഉടനെ തന്നെയല്ല, വേറെ ദിവസം പറിച്ചാണ് ഇതെല്ലാം. അപ്പോൾ പീച്ചിങ് അപ്പം നേരം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറിച്ചു, 3-4 പറിച്ചു. പിന്നെ ഇതെല്ലാം വേറെ ദിവസം പറിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളെല്ലാം തന്നെ കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ പച്ചക്കൃഷി ചെയ്യാത്തവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്യാം കേട്ടോ. ഇപ്പോഴും നമുക്കൊരു വീട്ടിൽ പച്ചക്കറി തോട്ടം ഉള്ളത് നല്ലതല്ലേ. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കിട്ടും അല്ലേ. ഒരു സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ഇതിലുണ്ട്. പാവയ്ക്ക ഒഴിച്ച്, പാവയ്ക്ക സാമ്പാറിന് ആവശ്യമില്ല, ബാക്കിയെല്ലാം നമുക്ക് ഇതുണ്ട്. കോവയ്ക്ക ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ട്,